ഇവിടെ നിങ്ങൾ ഈ ചോദ്യം കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 5ന്റെ പവർ 19 ഉണ്ട്, 5ന്റെ പവർ കൃതി 18 ഉണ്ട്, ബാക്കിയൊന്നും 5-ലില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മറ്റ് നമ്പറുകളെ 5ന്റെ പവറിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ 25 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നോക്കൂ, 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ആണ്. അപ്പൊ 25⁻9 എന്ന് പറഞ്ഞാല് 5 സ്ക്വയർ റൈസ് ടു 9 ആണ്. 5 സ്ക്വയർ റൈസ് ടു 9 എന്ന് പറയുമ്പോൾ അത് നമുക്ക് കിട്ടും 5 റൈസ് ടു 2 ഇൻറ്റു 9. 2 ഇൻറ്റു 9 പവറിന് പവർ വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 5 റൈസ് ടു 18. 2 9 18 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ 5ലേക്ക് നമ്മൾ മാറ്റി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, 5ലേക്ക് മാറ്റുക. അപ്പൊ 125 എന്ന് പറഞ്ഞാല് നമുക്ക് അറിയാം 5ന്റെ 3-ാം കൃതിയാണ്. 5 ക്യൂബാണ്. 5 ഇൻറ്റു 5 ഇൻറ്റു 5. അപ്പൊ 125 റൈസ് ടു 6 ആണ് തന്നത്. അപ്പൊ റൈസ് ടു 6 വരുമ്പോ 5ന്റെ ക്യൂബ് റൈസ് ടു 6. അപ്പൊ പവറിന് പവർ വരുമ്പോ ശ്രദ്ധിക്കേണ്ടത് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 5 റൈസ് ടു 3 6 നമുക്ക് കിട്ടും 18. ഓക്കെ, അപ്പൊ ഇപ്പോഴെന്തായി മാറി? ഇത് 5 റൈസ് ടു 19 ഉണ്ട്, ഇത് രണ്ടും 5ന്റെ പവറിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. നമുക്ക് കിട്ടുന്നത് 5 റൈസ് ടു 19 പ്ലസ് ഇതിന് പകരം ഞാൻ എഴുതുകയാണ് 5 റൈസ് ടു 18 പ്ലസ് ഇതിന് പകരം എഴുതുകയാണ് 5 റൈസ് ടു 18 ഡിവൈഡഡ് ബൈ എത്രയുണ്ട്? 5 റൈസ് ടു 18 ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു മുകളിൽ 3 നമ്പർ തരിക, എന്നിട്ട് ഡിവൈഡഡ് ബൈ ഒരു നമ്പർ ഉണ്ടായാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇത് ബൈ ഇത് പ്ലസ് ഇത് ബൈ ഇത് പ്ലസ് ഇത് ബൈ ഇത് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടും 5 റൈസ് ടു 19 ബൈ 5 റൈസ് ടു 18 പ്ലസ് 5 റൈസ് ടു 18 ഡിവൈഡഡ് ബൈ 5 റൈസ് ടു 18 പ്ലസ് 5 റൈസ് ടു 18 ബൈ 5 റൈസ് ടു 18. ഇനി നമുക്ക് ഈസി ആയി ചെയ്യാം. 5 19 ഉണ്ട്, 5 18 ആണ്. മുകളിൽ പവർ കൂടുതൽ താഴെ കുറവാണെങ്കിൽ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം, കുറക്കണം. അപ്പൊ നമുക്ക് കിട്ടും 5 റൈസ് ടു 1 പ്ലസ് ഇത് നോക്കുക, ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ അതിന് ഒരു തവണ നമുക്ക് കിട്ടും. ഇതും സെയിം ആണ്, അത് രണ്ടും ഒരു തവണ കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ 5 റൈസ് ടു 1 പറഞ്ഞാൽ 5 ആണ്. അപ്പൊ 5 പ്ലസ് 1 2. അതിന്റെ ആൻസർ നമുക്ക് കിട്ടി 7 ആണ്. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ആൻസർ. ഓപ്ഷനിലെ ആൻസർ ഉണ്ട്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പവർ 5ലേക്ക് മാറ്റി എഴുതാനാണ് നമ്മുടെ മനസ്സോട് ആദ്യം പറയേണ്ടത്.